നമസ്കാരം, ഞാൻ ഡോക്ടർ സുനിൽ ദേവപ്രഭ. ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് അതില്ലാതെ വിജയിക്കാൻ പാടില്ല. അത് പഠനത്തിലായാലും ജോലി മേഖലകളിലായാലും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, നമുക്കറിയാവുന്ന മേഖലയിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ സ്ഥാപനത്തിൽ എനിക്ക് കിട്ടുമോ, ഞാൻ അതിനുള്ള ആളാണോ എന്നുള്ള സംശയങ്ങൾ വിചാരിക്കാതിരിക്കുക. കാരണം നമ്മൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ, നമുക്ക് ആ വർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിനെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എനിക്കത് കിട്ടും, എനിക്കെന്താ കുറവുള്ളതെന്ന് നിങ്ങൾ പറ എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അതിന് കഠിന പ്രയത്നം, കൃത്യനിഷ്ഠ, അതുപോലെ അച്ചടക്കം, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മേഖലയിൽ അല്ലെങ്കിൽ സമാന മേഖലകളിൽ അല്ലെങ്കിൽ രോഗപീഠകൾക്കിടയിൽ പോലും ജീവിത വിജയം കൈവരിച്ച മഹാന്മാരെ പറ്റി ഓർക്കാം. അതിൽ ഒന്നാമത് ഓർക്കേണ്ടത് ഹെലൻ കെല്ലറെ പറ്റിയാണ്. 2-ാമത്തെ വയസ്സിൽ ആ പാവത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ചെവി കേൾക്കാതായി, വർത്തമാനം പറയാൻ കഴിയാതായി. എന്നിട്ട് പോലും 82 വയസ്സ് വരെ ജീവിക്കുകയും ചെയ്തു. ലോക പ്രശസ്തയാവുകയും ചെയ്ത കഥാകാരി, എഴുത്തുകാരി, നോബൽ സമ്മാന ജേതാവ് എന്നിങ്ങനെ ഈ മേഖലയിലൊക്കെ എത്തിപ്പെട്ടു. മറ്റൊരു കാര്യം, അമേരിക്കയുടെ 4 പ്രാവശ്യം പ്രസിഡന്റായ റൂസ്വെൽറ്റ് പക്ഷാഘാതമായിരുന്നു. അതുപോലെ തളർവാദം വന്ന വിൽമ റുഡോൾഫ് ഒളിമ്പിക്സ് നേടി, സ്വർണം നേടി. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കാതെ, ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ 1-2 വീഴ്ചകളോ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയാലും അതൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് തന്നെ ശക്തമായി ആത്മവിശ്വാസത്തോടെ മുന്നേറി വിജയിച്ചു.